AI വരുന്നതോട് കൂടിയിട്ട് തൊഴിലില്ലാതാകുന്നു എന്നൊക്കെ പറയുമ്പം ഏതൊക്കെ രീതിയിലുള്ള തൊഴിലുകളെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുക? AI വരുമ്പോൾ തൊഴിലില്ലാതാവുക എന്നല്ലല്ലോ ശരിക്കുണ്ടാവും അല്ലേ? Yes, yes. ഓക്കെ, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അത് വേറെ രീതിയിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുന്നുള്ളതാണ്. ഇപ്പോൾ ആൾറെഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അവർ ആ സോഫ്റ്റ്വെയർ ഏരിയ കോഡിങ് കാര്യങ്ങളും AI വന്നോടുകൂടി നഷ്ടപ്പെട്ടു എങ്കിൽ അവർ വേറെ ഏരിയയിലേക്ക് സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ആ സ്കില്ല് ഉപയോഗിച്ച് ചെയ്യാവുന്ന വേറെ ഏരിയയിലേക്ക് പോകണം. ഇപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും MBBS മെഡിസിൻ ഏരിയയിലേക്ക് പോകുന്ന പലപ്പോഴും മക്കളൊക്കെ ചോദിക്കാറുള്ള സാധനമാണ്, ഇപ്പോൾ ഇതൊക്കെ വരുന്നതോടുകൂടി ഡോക്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ സ്റ്റൈല് മാറില്ലേ, ജോലി പോവില്ല എന്നൊക്കെ. സത്യത്തിൽ അവരിപ്പോൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ സ്റ്റൈല് മാറും എന്നേ ഉള്ളൂ, അല്ലാതെ ആ ജോലി അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് പ്രാധാന്യം ഇല്ല എന്നല്ല. ഒരു പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ഡോക്ടർ ഇങ്ങനെ റൂമിനകത്തിരുന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് രോഗികളെല്ലാം റൂമിന് പുറത്തിങ്ങനെ തടിച്ചുകൂടി അവരിങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുമ്പിലേക്കൊക്കെ പോകുന്ന പോലെ ഭവ്യതയോടു കൂടി ഡോക്ടറുടെ മുമ്പ് പോയിരുന്ന് അങ്ങനെ ഒരു സിസ്റ്റം ആവണമെന്നില്ല എന്ന് മാത്രം. ഓക്കെ, അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന മേഖലയിൽ എങ്ങനെയാണ് AI ഇൻഫ്ലുവൻസ് ചെയ്യുക, അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സ്കില്ലും കൂടി അക്വയർ ചെയ്തിട്ടുള്ള ഒരു AI അറിയുന്ന ഡോക്ടർ ആവുക, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്തുള്ള മാറ്റങ്ങൾ. അന്നും ഇതുപോലെ ഒരുപാട് ആളുകൾ ജോലി പോകുമെന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ. പക്ഷേ നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ ഒരു ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലിടങ്ങളിലേക്കും മറ്റൊക്കെ വന്നു തുടങ്ങി.